2024 എന്ന ഒരു പ്രത്യേക വർഷം, അത് ആസിഫ് അലിയുടെ മാത്രം പ്രത്യേക വർഷമല്ല, മലയാള സിനിമയുടെയും പ്രത്യേക വർഷമാണ്. ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടായ ഒരു വർഷമാണ്. അതുപോലെ തന്നെ മലയാള സിനിമകളിൽ മികച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2025 ഒരു ഫസ്റ്റ് പ്രൊജക്റ്റുമായി ആസിഫ് അലി വരുമ്പോൾ നമുക്ക് അത്ര തന്നെ പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ പ്രീസ്റ്റിലൂടെ ശ്രദ്ധേയനായ മമ്മൂട്ടി ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ഒരു സംവിധായകനായ ജോഫിൻ ടി ചാക്കോന്റെ രണ്ടാമത്തെ ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഒരു സിനിമ എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ പുറകിലുള്ള വർക്കിലായിരിക്കും അദ്ദേഹം ഇത്രയും സമയം എടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത? ഈ സിനിമയുടെ പ്രത്യേകത, പോലീസ് വേഷങ്ങളിൽ നമ്മൾ ആസിഫ് അലിയെ മുൻപും കണ്ടിട്ടുണ്ട്. ഇപ്പോ റീസെന്റ് നമ്മൾ കൂമനിൽ കണ്ടു, തലവനിൽ കണ്ടു, കുറ്റവും ശിക്ഷയിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സിനിമയിൽ എന്താണുള്ളത്? ഈ സിനിമയുടെ ജോണർ തന്നെയാണ് വ്യത്യസ്തത. അത് മേക്കേഴ്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതൊരു എന്താണ്, സീറ്റ് എഡ്ജ്, നമ്മൾ അങ്ങനെ സീറ്റ് എഡ്ജിൽ ഇരുന്ന് കാണേണ്ട അങ്ങനെയുള്ള ടൈപ്പ് ഒരു ത്രില്ലർ അല്ല, അല്ലെങ്കിൽ ഒരു കുറ്റാന്വേഷണ സാധാരണ സിനിമകൾ കാണുന്ന ഒരു പാറ്റേണിലായിരിക്കില്ല രേഖാചിത്രം വരുന്നത്. രേഖാചിത്രം അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് ഒരു ഇന്റർവെൽ പഞ്ചില്ല. ഇന്റർവെൽ ഇല്ല എന്ന രീതിയിൽ തന്നെ ആദ്യം അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്റർവെൽ ഇല്ലാത്ത, നമ്മുടെ ഒരു തിയേറ്റർ കൾച്ചറിൽ ഇന്റർവെൽ ഇല്ലാത്ത സിനിമയ്ക്ക് പോലും നമുക്കറിയാം ഒരു അബ്രപ്റ്റ് ആയിട്ട് ഒരു പോർഷനിൽ അവരത് പോസ് ചെയ്തിട്ട് നമുക്ക് ഇന്റർവെൽ തരുന്ന ഒരു രീതി. അപ്പൊ ഈ സിനിമയ്ക്ക് ഒരു ഇന്റർവെൽ ഉണ്ട്. പക്ഷെ ഈ സിനിമയുടെ പ്രധാന കഥ ഡെവലപ്മെന്റ്സ് നടക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു 30-40 മിനിറ്റിന് ഇടയിലും അതുപോലെ തന്നെ ഒരു 70 മിനിറ്റിന് ശേഷവുമാണെന്നത് അതിന്റെ മേക്കേഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ആവുന്നത് കൊണ്ട് തന്നെ ഒരു ഇന്റർവെൽ പഞ്ച് നമുക്ക് ഈ ഒരു മൊമെന്റിൽ എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അത് സിനിമയുടെ റൺ ടൈമിനെ ബാധിക്കും, അല്ലെങ്കിൽ കഥയുടെ ഒഴുക്കിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഭയങ്കരമായ ഇന്റർവെൽ പഞ്ച്, ആ ഇന്റർവെൽ പഞ്ചിന്റെ ബൂസ്റ്റിൽ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നിട്ട് ഒരു ഗ്രാഫ് ഉയർത്തുക, ആ ഒരു പതിവ് രീതി ആയിരിക്കില്ല ഈ സിനിമ എന്ന് ഉള്ള ആ ഒരു ഓഫർ തന്നെയാണ് ഈ സിനിമയ്ക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത്. പിന്നെ ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പോലീസ് കഥാപാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് ത്രില്ലർ പ്രതീക്ഷിക്കാം, ആക്ഷൻ പ്രതീക്ഷിക്കാം. പക്ഷെ ഇതിനകത്ത് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നുള്ള ജോണറാണ് കൈകാര്യം ചെയ്യുന്നത്. എന്താണ് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി? അതായത് ഹിസ്റ്ററി പണ്ട് കാലത്ത് നടന്ന അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട ഒരു കേസിനെ വേറൊരു ആംഗിളിൽ നോക്കി കാണുക, അല്ലെങ്കിൽ നമ്മൾ അന്ന് അറിഞ്ഞതാണോ സത്യം, അന്ന് തെളിയിക്കപ്പെട്ടതാണോ സത്യം, അതിന് വേറൊരു ആംഗിളിൽ നിന്ന് നോക്കിയാൽ, മറ്റു വശത്ത് നോക്കിയാൽ എന്തൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും, എന്തെങ്കിലും കാണാമറിയാത്ത ഇനിയും പല കാര്യങ്ങളും നടന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു വെളിച്ചം വീശൽ എന്നാണ് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ ഒരു പ്രമാദമായ ആ ഒരു കാലത്ത് നടന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി ഈ സിനിമയിലുണ്ടോ, മമ്മൂട്ടി ഗസ്റ്റ് റോളുണ്ടോ, മമ്മൂട്ടിയെ AI യൂസ് ചെയ്തിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചർച്ചകൾ വരെ നടക്കുന്നുണ്ട്. അപ്പോൾ അന്നുള്ള ഒരുപാട് ആൾക്കാരുടെ പെർമിഷൻ എടുത്തും, അന്നുള്ള പലരും ജീവിച്ചിരിപ്പില്ല, അവരുടെ ബന്ധുക്കളുടെ പെർമിഷൻ എടുത്തും, ഇപ്പൊ റീസെന്റ് ആസിഫ് അലി വ്യക്തമാക്കിയത് മമ്മൂട്ടിയുടെ തന്നെ പെർമിഷനും ആശീർവാദത്തോടും കൂടിയാണ് ഈ സിനിമ വരുന്നത് എന്ന് തന്നെ അത്തരം അഭ്യൂഹങ്ങൾക്കും ബലം കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ സിനിമയുടെ ഈ ഒരു ജോണറുള്ള വ്യത്യസ്തത തന്നെയാണ് ഏത് സിനിമാ പ്രേമികൾക്കും ഈ സിനിമ കാത്തിരിക്കാനുള്ള ഒരു ഓഫർ എന്ന രീതിയിൽ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇനി അത് തെളിയാൻ വേണ്ടി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. രേഖാചിത്രം എന്ന സിനിമയ്ക്ക് അതിന്റെ ഈ ഒരു വ്യത്യസ്തമായ ഒരു കഥാഖ്യാന രീതി കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചെത്താൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ് ജോഫിൻ ടി ചാക്കോ, അനശ്വര, ആസിഫ് അലി ആൻഡ് ഓൾ ദ ക്രൂ ബിഹൈൻഡ് രേഖാചിത്രം.